ആ വാ വാ വാ, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങ് ഇറങ്ങിയേനെ. താ താ താനെന്താണോ ആളെ പൊട്ടനാക്കുവാണോ? മനുഷ്യനിവിടെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു അഭ്യാസം. ഇറങ്ങി പോരാ മുമ്പ് ഇത് റാസ്കൽ. ഏയ് താനെന്താ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹാ റിലാക്സ്. താ ഇരിക്കേ, ഇങ്ങോട്ട് ഇരിക്കേ, ഇരിക്കേ. ഇത് കുടിച്ച കുടിക്കേ. ലക്ഷ്മണൻ കാണി, പറ ലക്ഷ്മണ, എന്താ തൻ്റെ പ്രശ്നം? താൻ എന്താണെങ്കിലും പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറ. ഞാനിപ്പോൾ സാറിനോട് പറയാൻ പോകുന്ന കാര്യം വേറെ ആരും അറിയരുത് സാറേ. ശരി. എൻ്റെ മോള് താലൂക്ക് ആശുപത്രിയിൽ ICUലാണ്. ഇതുവരെ ബോധം വന്നിട്ടില്ല. ഒന്നും പറയാനായിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അമ്മയില്ലാത്ത കൊച്ചാണ് സാറേ. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ, അവൾ മാത്രമേ ഉള്ളൂ. ഇതിനിപ്പം പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? സാറേ, അവള് ആത്മഹത്യക്ക് ശ്രമിച്ചതാ. അതിന് കാരണക്കാരായ ആരോ ഒരാളുണ്ട് സാറേ. ലക്ഷ്മണൻ ഒന്ന് തെളിച്ചു പറഞ്ഞ് സമയമെടുത്ത് വിശദമായി. എനിക്ക് 4-5 പശുക്കളാണ്. അതാണ് പ്രധാന വരുമാനം. ഇന്ന് രാവിലെ. മോൾക്ക് എത്ര വയസ്സുണ്ട്? 20. ഇന്ന് രാവിലെ അവള് കുളിക്കാൻ കയറി. എനിക്ക് മൃഗാശുപത്രിയിലേക്ക് ഒന്ന് വിളിക്കാനുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊന്നിയുടെ, അങ്ങനെയാ പേര്, പൊന്നിയുടെ ഫോണെടുത്ത് ഞാൻ വിളിച്ചു. സംസാരിച്ച് തീർന്നതും വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഒരു വീഡിയോ. ഞാനത് തുറക്കാൻ പാടില്ലായിരുന്നു സാറേ. എന്തായിരുന്നു അതിൽ? ഒരപ്പന് പറയാൻ അവളുടെ തുണിയില്ലാത്തൊരു വീഡിയോ ആയിരുന്നു സാർ. റിലാക്സ്, റിലാക്സ്. ലക്ഷ്മണ, ഒന്ന് ചോദിക്കട്ടെ, അവളുടെ ഫോണിലേക്ക് വേറെ ഏതോ നമ്പറിൽ നിന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ, അവളുടെ തന്നെ ന്യൂഡ് വീഡിയോ. ഐ എം സോറി, അതിലവൾ മാത്രമേ ഉള്ളായിരുന്നോ അതോ? ചോദിക്കാൻ കാര്യം വേറൊന്നുമല്ല. പെൺകുട്ടികൾ ഡ്രസ്സ് മാറുന്നതും അതുപോലെ തന്നെ കുളിക്കുന്നതുമൊക്കെ പല ഞരമ്പ് രോഗികളും ഇതുപോലെ വീഡിയോ എടുത്ത് പകർത്താറുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. ഒരു സാറേ, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയ കട്ടിലൊക്കെ ഉള്ള, മേശയൊക്കെ ഉള്ള ഒരു മുറിയാണ്. ഞാൻ 5-6 സെക്കൻഡ് അതിലേക്ക് നോക്കിയിട്ടുള്ളൂ. അതിൽ അവൾ മാത്രമേ ഉള്ളൂ സാർ. എനിക്ക് തല കറക്കുന്ന പോലെ തോന്നി സാർ. ഞാൻ ഫോൺ മേശപ്പുറത്ത് തന്നെ വെച്ച് അപ്പോഴാണ് പൊന്നി കയറി വന്നത്. ഇതെന്താടി നായിൻ്റെ മോളെന്ന് ഞാൻ ചോദിച്ചു. അവൾ ഫോണെടുത്ത് നോക്കി. എനിക്ക് ചെവിയിലൊക്കെ ഒരു മൂളൽ പോലെ. പിന്നെ എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല സാർ. വീടിൻ്റെ കുറച്ച് താഴെയാണ് ആലം. ഞാൻ അവിടെ ചെന്നിരുന്നു. കയ്യും കാലൊക്കെ വിറച്ചിട്ട് പാടില്ല. ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു. അപ്പം ഒരു നിലവിളിയും ബഹളമൊക്കെ കേട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി ചെന്നപ്പോൾ ഫാനിൻ്റെ കുരുക്കുന്ന് അറുത്ത് താഴെ ഇറക്കുന്ന പൊന്നീനെയാണ് സാറേ കണ്ടത്. ആരാ ആദ്യം കണ്ടത്? രമയാണ് സാറേ. അമ്മയില്ലാത്ത കൊച്ചായനെ കൊണ്ട് അയൽപ്പക്കക്കാർ എന്തുണ്ടാക്കിയാലും അവൾക്ക് തിന്നാൻ കൊണ്ട് കൊടുക്കും. അങ്ങനെ വന്നപ്പോഴാണ് കണ്ടത്. രമ ബഹളം വെച്ച് നാട്ടുകാരൊക്കെ ഓടിക്കൂടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നെഞ്ചെടുപ്പും ശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ സാറേ.
ഇതുവരെ ബോധമൊന്നുമില്ല. എൻ്റെ കൊച്ച് ചാവാൻ നോക്കിയതിന് കാരണക്കാരനായ ആളെ പിടിക്കണം സാറേ. ആ വീഡിയോ വേറെ ആർക്കെങ്കിലും അയക്കുന്നതിന് മുന്നേ അവനെ പിടിക്കണം. അത് വേറെ ആരും കാണരുത് സാറേ. സമാധാനമായിട്ടിരിക്കേ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. പിന്നെ നാളെ മോളെ ആ ഫോൺ ഇവിടെ എത്തിക്കണേ. കൊണ്ടുപോകുന്നുണ്ട് സാറേ. ഉണ്ടോ? ആ ഗുഡ്. ഇങ്ങെടുക്ക്. ലോക്കാണല്ലോ. 7. എവിടെ? വാട്സാപ്പിലാ. ഈ ഫോണിൽ വാട്സപ്പ് ഇല്ലല്ലോ ലക്ഷ്മണ. വാട്സപ്പും ഇല്ല, അതിലുണ്ടായിരുന്നു സാറേ. വീഡിയോ ഇല്ല. ഉണ്ടെങ്കിൽ എവിടെ? ഇതാ നോക്ക്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വീഡിയോ താൻ കണ്ടായിരുന്നോ? അശോക. അയ്യോ സാറേ, വേറെ ആരോടും പറയില്ല സാറേ. ഇത് സാറ് മാത്രം അന്വേഷിച്ചാൽ മതി. വേറെ ആരോടും പറയല്ലേ. താൻ എന്തൊക്കെയോടെ പറയുന്നത്? പോലീസുകാരോട് പറയാതെ എങ്ങനെ അന്വേഷിക്കും? താൻ സമാധാനമായിട്ടിരിക്കേ. സ്റ്റേഷനിൽ വരുന്ന പരാതികളൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്കൊരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. നാട്ടുകാരറിയാതെ നമുക്കിത് മാനേജ് ചെയ്യാവുന്നേ. അശോക നിങ്ങോട്ട് വന്നേ. ലക്ഷ്മണൻ ധൈര്യമായിട്ടിരിക്കേ. ആ ഫോൺ ഇങ്ങോട്ട് വാ. അശോക, ഈ ഫോൺ നാളെ വർക്കിംഗ് അവേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ സൈബർ സെല്ലിൽ എത്തിക്കണം. എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത് ഞാൻ സൈബർ എസ് ഐ ദിനേശിനെ വിളിച്ച് പറഞ്ഞോളാം. എത്തിക്കേണ്ടത് തൻ്റെ ജോലിയാണ്. സാറേ, നാളെ പെങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. വേറെ വർത്താനമില്ല. ശരി സാർ. നമുക്ക് ശരിയാക്കാം. താൻ സമാധാനമായിട്ടിരിക്കും. തനിക്കിനി ഏലക്കുടിയിലേക്ക് പോകാൻ വണ്ടി കിട്ടുമോ? ഞാൻ ആശുപത്രിയിലേക്കാ. ഓ, എന്നാ ചെല്ല്. ധൈര്യമായിട്ട് പോക്കോ. അധികാരം അറിയില്ല സാറേ. സമാധാനമായിട്ട് പോ. ആ അനൂപേ. ലക്ഷ്മണേട്ടാ, രാവിലെ വിളിച്ചപ്പോഴേ കുറച്ച് തിരക്കിലായി പോയി. പിന്നീട് വിളിക്കാൻ വിട്ടുപോയി. എന്താ വിളിച്ചിരുന്നത്? അതോ, ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ കൂടെ വരുമോയെന്ന് ചോദിക്കാനായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി അനൂപേ. ആ, പൊന്നിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കണ്ണു തുറന്നില്ല. ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. പേടിക്കണ്ട, എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയില്ലേ. പിന്നെ ലക്ഷ്മണേട്ട കാശ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കണം. ആരാ ലക്ഷ്മണൻ? ആ രാത്രി വിളിക്കുന്നു. അനൂപേ, ഞാൻ വിളിക്കാം. ആ, വേദനയുണ്ടോ? നല്ല കാറ്റ്, മഴ വരുന്നുണ്ട് തോന്നുന്നു. ആ, ഉമ്മ ഇങ്ങനെ കെടുക്കണ. നീ ഇങ്ങനെ ഓരോ കിന്നാരം പറഞ്ഞു ഉമ്മ ഇങ്ങനെ കെടുത്തിരിക്കല്ലേ. ചിരിക്കണ. ഇതെന്താ ക്ലോസപ്പിന്റെ പരസ്യം? ഏയ്, നമുക്ക് എഴുന്നേക്കണ്ടേ? അങ്ങനെ ഒരു ചാടിയാലോ? കമോൺ. ഈ പാട്ട് പാടിയാലേ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാം അല്ലേ? ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ഞാനിനി അങ്ങോട്ടില്ല. അവനകത്തുണ്ട്. നിങ്ങൾ പോയെന്ന് സംസാരിച്ചാൽ മതി. അതെന്താണെന്ന് ജമാഅത്ത് പ്രശ്നത്തിൽ അന്യമത്സരം ഇടപെടാതിരിക്കുന്നതല്ലേ നല്ലത്? അതല്ല എൻ്റെ ശരി. നീ കെട്ടിക്കൂടി ഇവനെ. എനിക്ക് സമ്മതം. ഓ, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്നോണ്ടാവും. അതൊന്നുമല്ല, നല്ലവനാന്ന് തോന്നിയിട്ടാ. അതെനിക്കും കൂടെ തോന്നണ്ടേ? പിന്നെ തോന്നാഞ്ഞിട്ടാണ് എന്നും രാത്രി വന്ന് ഞാൻ ഇവനെ കെട്ടിക്കോട്ടെ ഉമ്മമാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്താ? മാറി നിന്ന് കാണാതെ കള്ളി. അതെ, ഇനിയെന്താ ആവശ്യങ്ങളുണ്ടാ? ആ മൊബൈലിൽ മണി ഈസ്റ്റിന്റെ സെക്കൻഡ് സീസൺ കൂടെ വെച്ചീന ഹാപ്പി. അപ്പൊ ഫസ്റ്റ് സീസൺ അത് ഞാൻ എപ്പോഴും കണ്ടു കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞ? ഞാൻ ഇതുവരെ കാണാൻ തുടങ്ങിയിട്ടില്ല. ആരാ നീ ആരാടാ പുല്ലേ? ഇതേമാരേക്ക് സംസാരിക്കണം, മനസ്സിലായ? റഷീദേ, റാഫി, നിങ്ങൾ മുണ്ടാണ്ടിരി. തൻസി എന്ന് പറഞ്ഞ കുട്ടിയുടെ വീടല്ലേ ഇത്? അതെ. അവളുടെ മരിച്ചുപോയ വാപ്പാടെ ജമാഅത്തിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരികയാണ് ഞങ്ങള്. നിനക്കെന്താ ഈ നേരത്ത് ഞങ്ങളുടെ കുട്ടിയുടെ വീട്ടിലെ കാര്യം?
ഈ പറഞ്ഞ കുട്ടി എന്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്. എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് ഉണ്ട ഞങ്ങളുടെ സമാജത്തിലെ പെണ്ണിനെ കിട്ടിയല്ലോ നിനക്ക് ഫ്രണ്ടാക്കാനും കച്ചവടം ഞാൻ അനൂപേട്ടൻ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്താ പ്രശ്നം? മോളെ വാപ്പ ഉമ്മയില്ലാത്ത കുടുംബങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്റെ വാപ്പയമ്മ മരിച്ചതേ കഴിഞ്ഞ ആഴ്ചയല്ല, എനിക്ക് 6 വയസ്സുള്ളപ്പോ മലയിടിഞ്ഞിട്ടാ. പിന്നങ്ങോട്ട് എന്റെ ഈ ഉമ്മമ്മ കടന്ന് കഷ്ടപ്പെടുമ്പോഴും നിങ്ങളൊക്കെ നടത്തി തന്ന കല്യാണത്തിൽ പെട്ട് ഡിവോഴ്സ് കിട്ടാതെ നരകിക്കുമ്പോഴും ഈ പറഞ്ഞ കരപ്രമാണിമാരെയൊന്നും കണ്ടില്ലല്ലോ. ഇനി അങ്ങോട്ട് ആരുടെ ആവശ്യമില്ല എനിക്ക്. മോളെ നീ അങ്ങനെ പറയരുത്. ആ അങ്ങനെയാണ് ഈ പ്രായമുള്ളവർ പറയട്ടെ. പറവുമ്മ. എന്റെ കുട്ടി അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇറങ്ങിക്കോണം സകലതും എന്റെ വീട്ടിൽ നിന്ന്. കിട്ടിയില്ലേ ആടാ. ആവശ്യത്തിന്? അല്ല, പിന്നെ- ഉണ്ടായിരുന്നു. കണക്റ്റ് ആവുന്നില്ലല്ലോ. സീനെ ആ വൈഫൈ ഓൺ ആണോ എന്ന് നോക്ക്. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന ആ ലക്ഷ്മണന്റെ പ്രശ്നം തീരുമോ? അങ്ങനെയല്ല സീനെ. സാധാരണ ആളുകൾ പറയും അമ്മമാർ ഭയങ്കര സോഫ്റ്റാ, അച്ഛന്മാരുടെ മനസ്സ് കരിങ്കല്ലാണ്. ലക്ഷ്മണൻ്റെ അവസ്ഥ നീ ഒന്ന് കാണുമായിരുന്നു. പേടിയും വിഷമവും ആദിയും. നീ നാളെ മോളെ ഒന്ന് വിളിച്ചേ. എന്തിന്? അവിടെ ഇപ്പൊ നട്ടുച്ചയാ, അവക്ക് ക്ലാസ്സും കാണും. നിങ്ങൾ വന്ന് കിടക്കാൻ നോക്കി. ഞാൻ വിളിക്കാം. നിങ്ങൾക്ക് വട്ട. ആ മോളെ. എന്താ അച്ഛാ? എന്തു പറ്റി? എന്താ ഈ നേരത്ത്? ഒന്നുമില്ല മോളെ, സൂക്ഷിച്ചൊക്കെ. ഒന്നുമില്ല. അച്ഛാ ക്ലാസ് തുടങ്ങിയ ടൈമായി. ശരി അച്ഛാ. ശരി മോളെ. നിന്റെ അച്ഛനെ വട്ട. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നുണ്ടോ? ഞാൻ വിളിക്കാം മോളെ. ശരി അച്ഛാ. നീ പോയി കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. തൃശൂർ പൊന്നാങ്കുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇരുളൂർ വനമേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തകരുണ്ടെന്ന സംശയത്തിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ട കേസ് 2 ആഴ്ച പിന്നിടുമ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത പ്രസ്തുത വിഷയത്തിൽ പോലീസിന്റെ സത്യവാങ്മൂലം സാധൂകരിക്കുവാൻ തെളിവുകളോ പ്രതികളെയോ കണ്ടെത്തുവാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കേരള പോലീസിന് വലിയ അപമാനമാണ്. നാശം പിടിക്കാൻ ഉള്ള സമാധാനം പോയി. ഇവിടെ എവിടെയാ? അതെ സാറേ, ആ കാണുന്ന ഈ പ്രദേശത്ത് അധികം വീടുകളൊന്നും ഇല്ല സാറേ. ഓ, ഇത് വെച്ചൂർ പശു അല്ലേ? വെച്ചൂരല്ല, വെച്ചൂർ ഇത്ര ഉയരം കാണില്ല. ആണോ? ഇത് വേറെ ഏതോ ബ്രീഡാ. ഓ, ലക്ഷ്മണ, ലക്ഷ്മണ. എന്തൊക്കെയാ ലക്ഷ്മണ? ഇവനേതാ? മാരി സഹായത്തിനുള്ളൊരു പയ്യനാ. ആ വാ. ഇതെന്താ ഈ ചാക്ക് വെച്ച് മറിച്ചിരിക്കുന്നത്? വാഴക്കൊലയാവും അല്ലേ? ആ. ആഹാ, കൊള്ളാലോ. എൻ്റെ മോള് കുടിക്കൂടോ? ഇല്ല സാർ, ഞാൻ വല്ലപ്പോഴും. അപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല കീറല്ലേ? അങ്ങനെയല്ല സാർ, ഒറ്റക്ക. പുറത്തു പോയി കുടിക്കുന്ന മോക്ക് ഇഷ്ടമല്ല. അപ്പം വേണമെങ്കിൽ വീട്ടിലിരുന്ന് വല്ലപ്പോഴും കഴിച്ചു. ഇവിടെ എത്ര മുറിയുണ്ട്? ഒന്നോ? വാച്ചോ, പൊന്നിക്ക് മാത്രമേ മുറിയുള്ളൂ. ഞാൻ അപ്പുറത്താ കിടക്കുന്നത്. ഈ സംഭവ സമയത്ത് താൻ എവിടുന്നാ വന്നെന്ന് പറഞ്ഞു? പുറത്ത്. ആ തൊഴുത്തിൻ്റെ അവിടുന്നോ? ആ. മെയിൻ ഡോർ അല്ലാതെ ഇതിലേ കൂടി ഒരാൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകല്ലേ? ആ, അപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് നേരെ ഇതുവഴി അകത്ത് വരാനും പറ്റും.
അശോക, ആ ഈ ലക്ഷ്മണന്റെ ID കാർഡിന്റെ കോപ്പി ഒന്ന് മേടിച്ചു വെച്ചേ. യെസ്. ആ, ഒറിജിനൽ വേണ്ട, കോപ്പി മതി. ആ, ഇതല്ല, ഇതാ പാൽ സൊസൈറ്റിയുടെ കാർഡല്ലേ. നിങ്ങൾക്ക് വേറെ ഇലക്ഷൻ ID കാർഡില്ലേ? എനിക്കതില്ല സാർ. അതെന്താ ഇല്ലാത്ത? നിങ്ങൾ വോട്ട് ചെയ്യാറില്ലേ? ബെസ്റ്റ്. അപ്പൊ ആധാറോ? എടുക്കണമെന്ന് മെമ്പർ പറഞ്ഞായിരുന്നു. മോൾക്കുണ്ട്. ആ, എന്നാ അതിന്റെ കോപ്പി മേടിക്കും. അതെന്താ അവിടെ? ഇതാരുടെ അരിപ്പ? തൻ്റെ അല്ല, ഇതാരുടെ? മാരിയുടെ. ആരെയും മാരി? പുറത്ത് അവിടെ ഉള്ള പയ്യൻ എന്നെ സഹായിക്കാനൊക്കെ ഉള്ളതാ. തമിഴ്നാട്ടുകാരനാ. അവൻ്റെ ചെരുപ്പ് എന്താ പൊന്നിയുടെ മുറിയിൽ?